Hello my dear students, welcome to Aegon Classes. മക്കളെ application of derivative chapterൽ മൂന്ന് കൺസെപ്റ്റ് പഠിക്കാനുള്ളത്. മാക്സിമം മിനിമം, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. അതിൽ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷനിലെ ഒരു സ്ഥിരം ചോദ്യമാണ് ഫൈൻഡ് ദ ഇന്റർവെൽസ് in which the function is increasing and decreasing. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഏത് ഇന്റർവെൽ ഇൻക്രീസിംഗ് ആവും ഏത് ഇന്റർവെൽ ഡിക്രീസിംഗ് ആവും എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായിട്ട് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോക്ക്, ഒരുവിധം എല്ലാ ഇയറിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ fx equal to x square plus 2x minus 5 is strictly increasing or strictly decreasing. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഏത് ഇന്റർവെൽ ഇൻക്രീസിംഗ് ആവും ഏത് ഇന്റർവെൽ ഡിക്രീസിംഗ് ആവും ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതിന്റെ കൺസെപ്റ്റ് എന്താ? ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെൽ ഇൻക്രീസിംഗ് ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആ ഇന്റർവെൽ പോസിറ്റീവ് ആയിരിക്കും. So derivative positive increasing, derivative negative decreasing. Okay, so നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത് എപ്പോൾ ഇൻക്രീസിംഗ് ആവും, എപ്പോൾ പോസിറ്റീവ് ആവും, എപ്പോൾ നെഗറ്റീവ് ആവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4 സ്റ്റെപ്പിനുള്ളിൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ചാപ്റ്ററിന്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണല്ലോ, അപ്പോൾ എന്തായാലും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സോ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. x square plus 2x ന്റെ ഡെറിവേറ്റീവ്, x square ന്റെ ഡെറിവേറ്റീവ് 2x plus 2x ന്റെ ഡെറിവേറ്റീവ് 2. ഓക്കെ, സോ നമുക്ക് x square ന്റെ ഡെറിവേറ്റീവ് 2x, 2x ന്റെ ഡെറിവേറ്റീവ് 2, 5 ന്റെ ഡെറിവേറ്റീവ് 0 കാരണം 5 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡെറിവേറ്റീവിനെ ഈക്വൽ ടു 0 ആക്കി x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആക്കി x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 2x plus 2 equal to 0 and find the value of x. So 2x equal to minus 2, x equal to minus 1. അങ്ങനെ x ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആക്കി x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ആ നമ്പർ ലൈനിന്റെ മേലെ ഇപ്പൊ കിട്ടിയ വാല്യൂ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒന്നിലധികം വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ -1 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒന്നിലധികം വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് എല്ലാം ആ നമ്പർ ലൈനിന്റെ മേലെ മാർക്ക് ചെയ്യുക. സോ ഇതാ കിടക്കുന്ന ഒരു നമ്പർ ലൈൻ. ഓക്കെ, സോ ഒരറ്റത് നെഗറ്റീവ് ഇൻഫിനിറ്റി, ഒരറ്റത് പോസിറ്റീവ് ഇൻഫിനിറ്റി, പിന്നെ ഇപ്പൊ കിട്ടിയ വാല്യൂ, ഇപ്പോൾ കിട്ടിയ വാല്യൂ -1 മാർക്ക് ചെയ്ത്. സോ ഈ -1 മൊത്തം നമ്പർ ലൈനിനെ, മൊത്തം റിയൽ നമ്പറിനെ 2 ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു ഇന്റർവെൽ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ -1 വരെ, മറ്റൊരു ഇന്റർവെൽ -1 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ഏത് ഇന്റർവെല്ലാണ് പോസിറ്റീവ്, ഏത് ഇന്റർവെല്ലാണ് ഡെറിവേറ്റീവ് പോസിറ്റീവ്, ഏത് ഇന്റർവെല്ലാണ് ഡെറിവേറ്റീവ് നെഗറ്റീവ്, ഇതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, സോ ഈ ഇന്റർവെല്ലുള്ള ഒരു വാല്യൂ എടുക്കാൻ നമ്മൾ ഫസ്റ്റത്തെ ഇന്റർവെൽ -∞ to 1. ഓക്കെ, ഈ ഇന്റർവെല്ലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. സോ -1ന്റെ അപ്പുറം വരുന്ന ഏതെങ്കിലും വാല്യൂ മീൻസ് -1ന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഏതെങ്കിലും വാല്യൂ. ഞാൻ ഈ ഇന്റർവെല്ലിന്റെ അകത്ത് നിന്ന് 0 എടുത്ത്, 0 ഈ ഇന്റർവെൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 0 എടുക്കുക, അല്ലെങ്കിൽ 1 എടുക്കാം, -1നെക്കാളും വലിയ ഏത് വേണമെങ്കിലും എടുക്കാം. സോ ഞാൻ 0 എടുത്തിട്ട് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. സോ 0 എടുത്ത് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ ഡെറിവേറ്റീവ് ഇതാ മക്കളെ, ഇതാണ്. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 0 എന്ത് വരും? 0, 0 plus 2, 2 വരും. ഓക്കെ, സോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? 2 into 0, 0, 0 plus 2, 2 is a positive number. സോ ഈ ഇന്റർവെല്ലിൽ പോസിറ്റീവ് വരും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പുറത്തുള്ള ഇന്റർവെല്ലിൽ, ഓക്കെ, -∞ to -1, ഈ ഇന്റർവെല്ലിൽ ഒരു വാല്യൂ എടുക്കുക, വീണ്ടും ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സോ ഈ ഇന്റർവെല്ലിൽ ഒരു വാല്യൂ എടുത്ത് -1 ഇപ്പുറത്തുള്ള വാല്യൂ -2 എടുത്ത്, -2 എടുത്തിട്ട് ഞാനിത് അവിടെ കൊടുത്തു നോക്കി, 2 into, അതായത് f'(x) കൊടുത്തു നോക്കി. സോ 2 into -2 അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 2 ഈ കാൽക്കുലേഷൻ ഒന്നും കാണിക്കണം എന്നില്ല കേട്ടോ. 2 into -2 plus 2 ഞാൻ എന്താ ചെയ്തത്? ഇവിടെയായിട്ടോ കൊടുത്തത് -2 കൊടുത്തിട്ട്. സോ -4 plus 2 into -2, -4 plus 2, -2. സോ നമുക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് നമ്പർ ആണ്, നെഗറ്റീവ് ആണ്. സോ ഈ ഇന്റർവെൽ നെഗറ്റീവ്. അപ്പൊ -∞ മുതൽ -1 വരെ നെഗറ്റീവും, -1 മുതൽ ഇൻഫിനിറ്റി വരെ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അതെ, അപ്പോൾ നെഗറ്റീവ് ഉള്ള സ്ഥലത്തൊക്കെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിരിക്കും, ഡെറിവേറ്റീവ് പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയിരിക്കും. സോ ആൻസർ നമ്മൾ ഫൈനൽ ആൻസർ എഴുതാണ്. സോ ഫൈനൽ ആൻസർ നമുക്കൊരു ടേബിൾ ആക്കി എഴുതാം. സോ ടേബിളിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇന്റർവെൽ, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് INT എന്ന് എഴുതിയിട്ടുള്ളൂ. സോ ഇന്റർവെൽ. രണ്ടാമതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് സൈൻ ഓഫ് f'(x), സൈൻ ഓഫ് f'(x), അതായത് ഡെറിവേറ്റീവിന്റെ ചിഹ്നം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത്. ഫൈനലി നേച്ചർ ഓഫ് ഫംഗ്ഷൻ. സോ നേച്ചർ ഓഫ് f(x) എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ആ സംഭവം. ഓക്കെ, സോ ഇന്റർവെൽ, ഫസ്റ്റ് ഇന്റർവെൽ -∞ to -1. ഓക്കെ, സോ -∞ to -1 നമുക്ക് നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഏതാണ്? സൈൻ ഓഫ് f'(x'ൽ നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് എഴുതാം, അല്ലെങ്കിൽ <0 എന്ന് എഴുതാം. മീൻസ് നെഗറ്റീവ് മീൻസ് <0 ആണല്ലോ. സൈൻ ഓഫ് നേച്ചർ ഓഫ് f(x) എന്താ? -1, ഡിക്രീസിംഗ്. സോ ഇത് ഡിക്രീസിംഗ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് -1 to ∞. -1 to ∞ എന്താ വന്നത്? >0, പോസിറ്റീവ്. ഓക്കെ, സോ ഇൻക്രീസിംഗ്. ഓക്കെ, ഇവിടെ സ്ട്രിക്ട്ലി എന്നും കൂടി നിങ്ങൾ എഴുതി ചേർക്കണേ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. മേലെ ഡിക്രീസിംഗ് എഴുതിയ സ്ഥലത്തും സ്ട്രിക്ട്ലി എന്ന് എഴുതി ചേർക്കണം. ഓക്കെ, സോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക്
ഈ ഫൈൻഡിങ് ദ ഇന്റർവെൽ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരുന്ന ഈ ക്വസ്റ്റ്യൻ 4 സ്റ്റെപ്പിനുള്ളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ മക്കളെ, ഇതേപോലത്തെ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.